ലിപ്സ്റ്റിക്കോ അതുപോലെ തന്നെ മേക്കപ്പ് പ്രൊഡക്റ്റോ ഉപയോഗിച്ചുകൊണ്ട് സ്കിൻ ക്യാൻസർ വരുന്നതായിട്ടുള്ള ഒരു പഠനങ്ങളും ഫേസ് 3 സ്റ്റഡീസ് ആയിട്ട് വന്നിട്ടില്ല. ഡൈ ചെയ്ത് നമ്മുടെ ഹെയർ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസറിന് സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ഇതൊക്കെ വായിച്ചതിന് ശേഷം എൻ്റെ ഒന്നും ഡൈയേ ചെയ്യാറില്ല, എങ്ങനെ ഇനി ക്യാൻസർ വന്നാലോ എന്ന് പേടിച്ചുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഡൈ ചെയ്യുന്നതും ഈ ക്യാൻസറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ മാം? ഹെയർ ഡൈ പണ്ടത്തെ അനിലിൻ ഡൈസ് ഒക്കെ ആയിരുന്നു ക്യാൻസർ കോസ് ചെയ്യുന്ന ഡൈസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ പ്രൊഡക്റ്റുകളെല്ലാം ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഹെയർ ഡൈസ് ഭയങ്കര കുറവാണ്. പക്ഷേ അത് മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാവുന്നത് അലർജിയാണ്, ഡെർമറ്റൈറ്റിസ് ആണ്. ക്യാൻസറിന് പകരം ഡൈ യൂസ് ചെയ്യുമ്പോൾ കൂടുതലും ഉണ്ടാവുന്നത് അലർജീസാണ്. PPD ഫ്രീ ആയിട്ടുള്ള അമോണിയ ഫ്രീ ആയിട്ടുള്ള ഡൈസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് കുറയ്ക്കാൻ പറ്റും. ക്യാൻസർ ഡൈ ഉപയോഗിച്ച് ഹെയർ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് ക്യാൻസർ വരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ വളരെ കുറവാണ്. അപ്പോൾ ഹെയർ ഡൈ നമുക്ക് ക്യാൻസർ കോസ് ചെയ്യുന്നില്ല, പകരം അത് പല ആളുകൾക്കും അത് കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ PPD ഫ്രീ ആയിട്ടുള്ള ഡൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജി കുറയ്ക്കാൻ പറ്റും. അങ്ങനത്തെ സേഫ് ആയിട്ടുള്ള ഹെയർ ഡൈസ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുക. ഒരിക്കലും ഹെയർ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ക്യാൻസർ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതൊരു മെത്ത് മാത്രമാണ്. ധൈര്യമായിട്ട് മനോ താങ്കൾക്ക് ഡൈ ഉപയോഗിക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. അതൊക്കെ വെറും വിദ്യാധാരണയാണ്. ഗദ്ദാഫിയുടേതായതുകൊണ്ട് ഗദ്ദാഫിക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ജീഷ്മയ്ക്കൊക്കെ ഉള്ള ഒരു ഡൗട്ടായിരിക്കും, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ലൈഫ് സ്റ്റൈല്, ഈ പ്രോഡക്ട്സ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ എൻകറേജ് ചെയ്യുന്ന വ്ളോഗേഴ്സൊക്കെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ടേമാണ് നോ പാരബൻ, നോ സൾഫേറ്റ് പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കണം എന്നൊക്കെയുള്ളത്. ഈ പാരബൻ അഥവാ ഈ സൾഫേറ്റ് ഉള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രോഡക്ട്സ് ഒക്കെ സ്കിൻ ക്യാൻസർ വരുത്തുന്നുണ്ടോ? ഇല്ല, പഠനങ്ങളൊന്നും അത് സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ടാക്കുന്നതായിട്ട് ലിപ്സ്റ്റിക്കോ അതുപോലെ തന്നെ മേക്കപ്പ് പ്രൊഡക്റ്റോ ഉപയോഗിച്ചുകൊണ്ട് സ്കിൻ ക്യാൻസർ വരുന്നതായിട്ടുള്ള ഒരു പഠനങ്ങളും ഫേസ് 3 സ്റ്റഡീസ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ പാരബൻസ്, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഡ്രഗ്സ്, കണ്ടൻ്റുള്ള ലിപ്സ്റ്റിക്കുകളും മേക്കപ്പ് പ്രൊഡക്റ്റും ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഈ പാരബൻസും സൾഫേറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പോൾ ആ ഹോർമോൺ ചേഞ്ചസ് നമുക്ക് പതുക്കെ കുറേ കാലങ്ങൾ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യാം. ബ്രാൻഡഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളും മേക്കപ്പ് പ്രൊഡക്റ്റുകളും ഉപയോഗിക്കുമ്പോൾ അതിനകത്തുള്ള ആ കെമിക്കൽസിൻ്റെ എമൗണ്ട് അവർ വളരെ സേഫ് ലിമിറ്റിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് ഒരിക്കലും അതൊരു ക്യാൻസർ ഉണ്ടാക്കുന്നില്ല. പക്ഷേ അത് നമ്മുടെ കുറേ കാലം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഹോർമോണൽ ചേഞ്ചസ് ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഡൗട്ടുള്ളൊരു കാര്യമായിരിക്കും ഡോക്ടർ, അതായത് നമ്മൾ ഈ മലയാളികൾ കുറച്ച് ക്ലെൻലിനെസ്സിൻ്റെ കാര്യത്തിൽ കുറച്ചധികം സൂപ്പറാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ ഡെയിലി എന്നോണം നമ്മൾ അണ്ടർ ആം റോൾ ഓൺസ് യൂസ് ചെയ്യും, ഡിയോഡറൻസ് യൂസ് ചെയ്യും. ഡിയോഡറൻസിൽ നമ്മൾ കുളിച്ചിട്ടാണ് ചിലപ്പോൾ ചിലരെങ്കിലും പുറത്തേക്ക് ഇറങ്ങുക. ഈ കണ്ടിന്യൂസ്ലി നമ്മൾ ഡിയോഡറൻസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ റോൾ ഓൺസ് യൂസ് ചെയ്യുക, ഇതൊക്കെ സ്കിൻ ക്യാൻസറിന് സാധ്യത കൂട്ടുന്നുണ്ടോ? എന്താണ് ആസ് എൻ എക്സ്പേർട്ട് പറയുക? ഈ റോൾ ഓൺസ്, ഡിയോഡറൻസ് നമ്മൾ പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വിയർപ്പിൻ്റെ സ്മെല്ല് അകറ്റാനും വിയർപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് എങ്ങനെയാണത്, അതിലുള്ള കെമിക്കൽസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിൽ മെയിനായിട്ട് 2 കെമിക്കൽസാണ് ഉണ്ടാകുന്നത്. ഒന്ന് അലൂമിനിയം കണ്ടെയ്നിങ് കെമിക്കൽസ്, പിന്നെ പാരബൻസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽസും കൂടെ അതിലുണ്ടാവും. ഈ 2 സാധനങ്ങളും വളരെ ചെറിയ അളവിൽ മാത്രമേ ഈ ഡിയോഡറൻസിലൊക്കെ ഉണ്ടാവുള്ളൂ. അത് പൊതുവേ നമ്മുടെ ത്വക്കിൽ അവിടെയൊക്കെ പരട്ടുമ്പം, എസ്പെഷ്യലി ഫീമെയിൽസ് ആകുമ്പം അതിൽ ചെറിയൊരു ഈസ്ട്രജൻ, ചെറിയ ഹോർമോൺ കണ്ടന്റ് ഉണ്ട്. കണ്ടന്റ് അല്ല, ഈസ്ട്രജൻ്റെ ചെറിയൊരു ആക്ഷൻ ഈ കെമിക്കൽസിനുണ്ട്. അപ്പം ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ഈസ്ട്രജൻ ഹോർമോൺ അവിടെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുമോ നമ്മൾ ഈ ബ്രസ്റ്റിൻ്റെ അടുത്തുള്ള ത്വക്കിലൊക്കെ പരട്ടുമ്പം. പക്ഷേ ഒരു പഠനത്തിന് തന്നെ അത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നുള്ളത്. അതിലുള്ള അളവ് ഭയങ്കര മൈന്യൂട്ട് എമൗണ്ട് ആണ്. അത് ബ്ലഡിലേക്ക് എത്തുന്നത് തന്നെ വളരെ കുറവായിരിക്കും.
വേറൊരു ഡൗട്ട് ആൾക്കാർക്ക് ഉണ്ടാവും, ഷേവ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ മുറിവുകളൊക്കെ വരും അവിടെ. ത്വക്കിൽ മുറിവ് വന്നതിന് ശേഷം പരട്ടിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ ബ്ലഡിലേക്ക് എത്തുമോ? എന്നിരുന്നാലും തന്നെ ഈ ഡിയോഡ്രൻസിലൊക്കെ ഉള്ള എമൗണ്ട് വളരെ മിനിമമാണ്. അതൊരിക്കലും ബ്ലഡിലേക്ക് കുറച്ചെത്തി കഴിഞ്ഞാലും അത് ലോങ് ടേം യൂസ് ചെയ്താൽ പോലും അത് ക്യാൻസർ ഉണ്ടാക്കില്ല. അതുകൊണ്ട് വേറെ നമുക്കിതിനെപ്പറ്റി അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ കുറക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും അത് ക്യാൻസർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ട് ഒരിക്കലും ക്യാൻസർ ഉണ്ടാക്കില്ല. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും അവരുടെ ചോയ്സ് അനുസരിച്ചിട്ട് അലുമിനിയം കണ്ടെയ്നിങ്ങോ അല്ലെ പാരബനുള്ള ഫ്രാഗ്രൻസും അവോയ്ഡ് ചെയ്തിട്ടുള്ള ഡിയോഡറൻസ് യൂസ് ചെയ്യാം. അല്ലാതെ ഇതൊരു ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യുകയോ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല.